IDSK Platoon, this is me, your friend Selvakumar. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പുതിയൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ പേര് എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതിന്റെ പേരാണ് നാനോ നൈഫ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നമുക്ക് നശിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമല്ല, നമ്മൾ കേട്ടിരിക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തുന്ന രോഗമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈ നാനോ നൈഫ് എന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സോ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അംഗമാവുക. മാത്രമല്ല, താഴെ ഒരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെ എത്തിക്കുന്നതിന് യൂട്യൂബ് സഹായിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് നാനോ നൈഫ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നാനോ നൈഫ് എന്ന് പറയുന്നത് ഒരു നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ട്യൂമറിലേക്ക് ചെറിയ ഇലക്ട്രോഡുകൾ ചേർത്ത് ഒരു നിശ്ചിത പവർ ഉപയോഗിച്ച് വൈദ്യുതി പൾസുകൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പൾസുകൾ ട്യൂമർ കോശങ്ങളുടെ മെംബ്രെയിൻ തകർത്തുകൊണ്ട് നീണ്ട കാലം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് കാരണമാക്കുന്നു എന്നാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഈ ചുറ്റുമുള്ള നെർവുകളും പേശികളും എല്ലാം തന്നെ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ സെക്സ് ലൈഫ്, അതുപോലെ തന്നെ മൂത്രസമ്മർദ്ദം എന്നിവയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പിന്നെ ഈ നാനോ നൈഫിന്റെ പ്രയോജനം എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു 3 പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തത് ചെറിയ ശസ്ത്രക്രിയയാണ്, കുറഞ്ഞ രക്തസ്രവം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആൾക്കാർ അധികകാലം റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല, പെട്ടെന്ന് തന്നെ സാധാരണ ലൈഫിലേക്ക് വരാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് പകരം ഇത് കൂടുതലും എളുപ്പവും അതുപോലെ തന്നെ സുരക്ഷിതവുമാണ്. പിന്നെ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് മാത്രമല്ല, മറ്റ് ട്യൂമർ ഇഷ്യൂസിനും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഈ നാനോ നൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാട്ടോ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതൊരു അവയവമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവയവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനിലെ ആണുങ്ങളിലാണ്. അതായത് യൂറിൻ ബ്ലാഡറിൻ്റെയും രക്തത്തിൻ്റെയും ഇടയ്ക്കാണുള്ളത്. ഇതൊരു വാൾനട്ട് ഷേപ്പാണ് ഇത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ധർമ്മം, അതായത് ജോബ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് എ ഫ്ലൂയിഡ് ദാറ്റ് നറിഷസ് ആൻഡ് പ്രൊട്ടക്ട് ദ സ്പേം. അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഡെവലപ്പ് ആകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ്. പിന്നെ ഈ നാനോ നൈഫ് എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യ എവിടെയാണ് വികാസം പ്രാപിച്ചത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയിലെ ആൻജിയോ ഡൈനാമിക്സ് എന്ന കമ്പനിയിലൂടെയാണ്. അമേരിക്കയിലെ ലത്തം, അതുപോലെ തന്നെ ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിലാണ് ഗവേഷകർ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അമേരിക്കയിലെ FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ അംഗീകാരം ഇതിന് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ സൈഡ് എഫക്റ്റുകളും പരിഗണനകളും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. അത് ഇതിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. പക്ഷേ ഈ നാനോ നൈഫിൽ ലാഭം വളരെ കൂടുതലാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ പൊതുവെ ഡോക്ടേഴ്സ് രോഗിയുടെ ആരോഗ്യനിലയും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പരിശോധിച്ചും ചിന്തിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നാനോ നൈഫ് എന്ന സാങ്കേതിക വിദ്യയ്ക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ചും മറ്റു ക്യാൻസർ ട്രീറ്റ്മെന്റുകളിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടാം. അതുപോലെ തന്നെ ടെക്നോളജി ഡെവലപ്പ് ആകുകയാണെങ്കിൽ മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുകളിൽ കൂടുതൽ മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ നൈഫ് എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. മാത്രമല്ല, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള സാരമായ മറ്റു രോഗങ്ങളിൽ നിന്നും സുരക്ഷിതത്വവും ആരോഗ്യകരമായ ചികിത്സയും നൽകുന്നു എന്നൊക്കെയാണ് നമുക്ക് നാനോ നൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലാവുന്നത്.
നാനോ നൈഫുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.